ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഐഡി ദ ഫേക്ക് എന്ന മൂവിയാണ്. തന്റെ വൈഫിന്റെ അശ്ലീല ചിത്രങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ കാണേണ്ടി വരുന്ന ഒരു ഹസ്ബൻഡിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ തേടി അയാൾ ഇറങ്ങിയാലോ? എന്തായാലും നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ വിനോദിനെയും വൈഫ് ഗൗരിയുമാണ്. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത കാരണം അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. IVF ട്രീറ്റ്മെന്റിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അവരുടേത്. വിനോദ് ജോലി ചെയ്യുന്നത് ഈറ്റിക്കോ എന്ന് പറയുന്ന ഒരു ഫുഡ് ഡെലിവറി കമ്പനിയിലാണ്. അതിന്റെ മാനേജറായ ജോയ് ആകട്ടെ വിനോദിന്റെ അയൽക്കാരനും ഉറ്റ സുഹൃത്തുമായിരുന്നു. പുതുതായി ജോയിൻ ചെയ്യുന്ന ഡെലിവറി ഏജൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന ജോലിയായിരുന്നു വിനോദിന്റേത്. വിനോദിന്റെ വീട്ടില് വിനോദും വൈഫ് ഗൗരിയും മാത്രമേ ഉള്ളൂ. ജോയിയുടെ മകൾക്ക് ട്യൂഷൻ എടുക്കുന്നത് ഗൗരിയായിരുന്നു. അവള് മുൻപ് അക്ഷയ സെന്ററിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാരണം തന്റെ ജോലിയൊക്കെ വിട്ടിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ജോയും വിനോദും ടെറസിൽ പോയി നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്. അതിനിടയ്ക്കാണ് അവരുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നത്. പിറ്റേന്ന് ഗൗരിയുടെ ചെക്കപ്പ് ആയിരുന്നു. IVF സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു അവൻ. എന്നാൽ അവരുടെ പ്രാർത്ഥന ഫലിച്ചു. അവരുടെ IVF സക്സസ് ആയി. ഗൗരി പ്രഗ്നന്റ് ആണ്. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ലൈഫ് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. അവർ ഒരുമിച്ച് പോയി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും വാങ്ങി. ചെലവുകൾ കൂടി വരുന്ന കാരണം വിനോദിന്റെ ഒരാളുടെ ശമ്പളത്തില് കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോകുന്നുണ്ടായിരുന്നില്ല. ബാങ്കിൽ ലോൺ അടയ്ക്കാനും ബാക്കിയുണ്ട്. ഗൗരിയുടെ 3 മാസം കഴിഞ്ഞതുകൊണ്ട് അവൻ ഗൗരിയോട് പറയുന്നു, നീ പഴയ പോലെ അക്ഷയ സെന്ററിൽ ജോലിക്ക് പോയി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറുമെന്ന്. അതിനിടയ്ക്ക് വിനോദിന്റെ കമ്പനിയിൽ പുതുതായിട്ട് ജോലിക്ക് കയറിയ ദിരൂപ് എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ ഒരു കസ്റ്റമറിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കിട്ടുന്നു. അയാൾ അവനോട് ചൂടായത് കാരണം അവനും തിരിച്ചു ചൂടായി അയാളെ അടിക്കുകയെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇഷ്യൂ ജോയ് പറഞ്ഞ് സോൾവ് ആക്കി. അവന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഡെലിവറി ലേറ്റ് ആകാറുണ്ടായിരുന്നു. അത് ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് അവൻ പറയുന്നത്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോയ് അത് വാങ്ങി നോക്കിയപ്പോ അതിലാകട്ടെ മുഴുവൻ അശ്ലീല ഫോട്ടോസും വീഡിയോസും ഒക്കെയായിരുന്നു. അത് കണ്ടിട്ട് ജോയ് അവനെ കുറെ വഴക്ക് പറയുന്നു. ഇനി ഇതവൻ ആവർത്തിക്കില്ല എന്നും ഞാൻ നോക്കിക്കൊള്ളാന്നും പറഞ്ഞിട്ട് വിനോദ് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഉപദേശിക്കുന്നു. ഗൗരി പഴയ പോലെ അക്ഷയയിൽ ജോലിക്ക് കയറി. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം രാവിലെ ജോയ് വന്ന് വിനോദിനോട് പറയുന്നുണ്ട്, ഇവരുടെ തന്നെ ബിൽഡിംഗിലെ 113 നമ്പർ റൂമിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്ന്. കാരണമൊന്നും തന്നെ വ്യക്തമായിരുന്നില്ല. എന്നാൽ ഇക്കാര്യമൊന്നും തന്നെ തൽക്കാലം ഗൗരി അറിയിക്കേണ്ട എന്നാണ് വിനോദ് പറയുന്നത്. കാരണം ഈ സമയത്ത് അവൾക്ക് ഇങ്ങനെ ടെൻഷൻ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അവളോട് പറയരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയിയുടെ ഫ്രണ്ട് കൂടിയായ ഒരു പോലീസുകാരനായിരുന്നു ആ കേസ് അന്വേഷണത്തിന് ആ ബിൽഡിംഗിലേക്ക് വന്നത്. ആ ഫാമിലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും ജോയിയോട് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ദിരൂപ് എന്ന് പറയുന്ന പയ്യനാകട്ടെ വിനോദിനോട് വന്ന് പറയുന്നുണ്ട്, എനിക്ക് ചേട്ടനെയും ചേട്ടന്റെ വൈഫിനെയും പലപ്പോഴും പുറത്തു വെച്ച് കണ്ട് പരിചയമുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് അവൻ ചോദിക്കുമ്പോ അവനാകട്ടെ ഫോൺ എടുത്ത് വിനോദിനെ കാണിക്കുന്നു. അതുകൊണ്ട് ശരിക്കും വിനോദ് ഞെട്ടിപ്പോയി. അവന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ചിത്രങ്ങളായിരുന്നു അത്. മോർഫി ചെയ്ത ഗൗരിയുടെ അശ്ലീല ചിത്രങ്ങളായിരുന്നു അത്. അക്ഷയ സെന്ററിലെ രതികുമാരി എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൽ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളുടെ ശരീര സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നെ അതിലുണ്ടായിരുന്നു. വിനോദ് ആകെ തകർന്ന് നേരെ വീട്ടിലേക്ക് എത്തി. അവൻ വിനോദിനെ വിളിച്ചിട്ട് ഗ്രൂപ്പിൽ നിന്നും ആ ഫോട്ടോ ഡിലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് അഡ്മിന് മാത്രമേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. തൽക്കാലം തന്നെ കൂടി ആ ഗ്രൂപ്പിലേക്ക് ആഡാക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ദിരൂപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവൻ അയച്ചു കൊടുത്തു. അവൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അതിൽ ആരാണോ ഇത് പോസ്റ്റ് ചെയ്തത് ആ അഡ്മിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. എന്നാൽ കോള് കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. ഗൗരി വീട്ടിലെത്തിയപ്പോഴേക്കും വിനോദ് നേരത്തെ വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ തലവേദന, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അവൻ കള്ളം പറയുന്നു. എന്നാൽ അവൾ വീട്ടിൽ വന്നപ്പോൾ മുതല് അവനാകട്ടെ അവളെ തന്നെ നോക്കുകയായിരുന്നു. അപ്പോഴവന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവളെ കുറിച്ച് എഴുതിയ വരികളായിരുന്നു. ആ വരികൾ ഇങ്ങനെയാണ്: ഞാൻ അക്ഷയ സെന്ററിലേക്ക് ഇന്ന് വന്നപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. ഞാൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ എന്നെ നോക്കി. അവൾക്ക് എന്നോട് താല്പര്യമുള്ള പോലെയാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് അവൾ എന്റെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ വാങ്ങി. ആ സമയത്ത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അവൾ എന്റെ കൈകളിൽ സ്പർശിച്ചു. പിന്നീട് അവളുടെ കണ്ണുകളെ പറ്റിയും അവളുടെ ചുണ്ടിനെ പറ്റിയും അവളുടെ പ്രൈവറ്റ് പാർട്സിനെ പറ്റിയും എല്ലാം തന്നെ ഒരുപാട് അതിൽ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. വിനോദിന് ഗൗരിയെ കാണുമ്പോഴെല്ലാം തന്നെ ആ ഗ്രൂപ്പിൽ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അവൻ അവളെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവളോട് ഇതൊന്നും ഇപ്പൊ തുറന്നു പറയാനും വയ്യ. കാരണം ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് ഒട്ടും തന്നെ ടെൻഷൻ കൊടുക്കാൻ വയ്യ. വിനോദ് ഈ കാര്യം ജോയിയോട് ഷെയർ ചെയ്യുന്നു. ജോയി സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്ന തന്റെ ഒരു ഫ്രണ്ട് മുഖേന ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഈ ഒരു ഇഷ്യൂ വിനോദിന്റെ മനസ്സിൽ കിടക്കുന്ന കാരണം അവനാകട്ടെ ഗൗരിയോട് സന്തോഷത്തോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനും ഇതിനും അവൻ എപ്പോഴും ദേഷ്യം വരുമായിരുന്നു. അത് കാരണം ഗൗരിയും വല്ലാത്ത വിഷമത്തിലായി. ഇന്ന് ഓഫീസിലെത്തിയപ്പോഴേക്കും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനായ അനീഷ് എന്ന് പറയുന്ന ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ജോയി എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് അയാൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ പിറകെ പോകണ്ടെന്ന് ജോയ് പറഞ്ഞെങ്കിലും വിനോദാകട്ടെ ഡെലിവറി ഏജന്റിന്റെ വേഷത്തില് അവന്റെ വീട്ടിലേക്ക് എത്തി. അവനെ കൈയോടെ പൊക്കി അവന് നല്ല ഇടിയും കൊടുത്തിട്ട് അവനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കുന്നു. അവൻ നടത്തുന്ന ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് അത്യാവശ്യം അവന് കുറച്ച് ക്ലയൻസ് ഉണ്ട്. അവന്റെ കയ്യിൽ കുറച്ച് സ്ത്രീകളും ഉണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് അവൻ ആ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കും. എന്നാൽ ഗ്രൂപ്പ് പലപ്പോഴും ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോസും അതിലെടുത്തിടാറുണ്ട്. അവൻ ഇപ്പോൾ ഇട്ട ഒരു ഫോട്ടോ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും അവന് കിട്ടിയതാണ്. അയാളിൽ നിന്നും ആ പേജിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയ വിനോദാകട്ടെ ജോയുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ നീ ഇതിന്റെ പിറകെ പോയിട്ടൊരു കാര്യമില്ല എന്നാണ് ജോയ് പറയുന്നത്. ഇത് പോലീസിനെ കൊണ്ട് തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നമുക്ക് സോൾവ് ആക്കാം. വിനോദും ജോയും പോലീസുകാരനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കെട്ടിടത്തില് ഒരു പെൺകുട്ടി
പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ലേ, അതും ഇതുപോലൊരു സംഭവമായിരുന്നു. ആ പെൺകുട്ടിയുടെ ചില ചിത്രങ്ങളും ആൾക്കാർ പ്രചരിപ്പിച്ചു. അന്ന് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. പിറ്റേന്ന് വിനോദ് ഗൗരിയും കൊണ്ട് അക്ഷയ സെന്ററിലേക്ക് പോകുന്ന വഴിക്ക് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഒരാൾ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പലരും അവളുടെ ഫോട്ടോ കണ്ടിട്ടാകാം ഇങ്ങനെ നോക്കുന്നതെന്ന് വിനോദ് വിചാരിക്കുന്നു. അവൾ അക്ഷയ സെന്ററിലേക്ക് കയറി പോകുമ്പോൾ എതിരെ വന്ന ആളും അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ വിനോദിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താണെങ്കിലും അന്ന് രാത്രി മുഴുവൻ വിനോദ് ആ പേജിലുള്ള ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. അതിൽ നമ്മുടെ ഗൗരിയുടെ ആ അശ്ലീല ചിത്രം ഉണ്ടായിരുന്നു. അവൻ അതിന്റെ താഴെ പോയി കമന്റ് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയെ കിട്ടുമോ എന്ന്. കുറെ നേരം അവൻ കമന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിപ്ലൈ വരുന്നു കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇൻബോക്സിൽ ആ പേജിന്റെ ഓണറുമായിട്ട് അവൻ സംസാരിക്കുന്നു. താൻ കാശ് തരാൻ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ തന്നെ തനിക്ക് കിട്ടണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. അതൊക്കെ നമുക്ക് നോക്കാം, നിങ്ങൾ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ ഒരു നമ്പർ അവൻ അയച്ചു കൊടുക്കുന്നു. അവൻ ആ നമ്പറിൽ കോൾ ചെയ്യുന്നുണ്ട്. അയാൾ അവനോട് വരേണ്ട സ്ഥലം എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. കാശ് അവൻ കയ്യിൽ നേരിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞ പ്രകാരം അവൻ വലിയൊരു ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. പക്ഷെ അയാൾ പറഞ്ഞ റൂമിൽ പോയി മുട്ടി നോക്കുമ്പോൾ അവിടെ 2 വൃദ്ധ ദമ്പതികളായിരുന്നു താമസിക്കുന്നത്. അവൻ തിരിച്ചിറങ്ങി പോകാൻ തുടങ്ങിയതും ഒരാൾ വന്ന് അവനെ വിളിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് റൂം നമ്പറൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് ആണെങ്കിൽ പിടിക്കപ്പെടുമല്ലോ, അതുകൊണ്ടാണ് അയാൾ ഫേക്ക് ആയിട്ടൊരു നമ്പർ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ സ്ത്രീകളെ ഞാൻ തരാമെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ തനിക്ക് ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ തന്നെ വേണമെന്ന് അവൻ നിർബന്ധം പിടിക്കുന്നു. പക്ഷെ അയാൾ പറയുന്നു അതെന്തിനാ, അതിനേക്കാളും നല്ല സ്ത്രീകളെ ഞാൻ തരാം, സാറ് കാശ് തന്നാ മതിയെന്ന്. വിനോദിനാകട്ടെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ കൺട്രോൾ വിട്ട് അയാളെ ഇടിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നുണ്ട് തനിക്ക് ഈ പേജ് മറ്റൊരാളിൽ നിന്നാ കിട്ടിയത്. ആ പേജ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ആയിരുന്നു. അതൊക്കെ വേറൊരാളാണ് ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് ഡയറക്റ്റ് ആ ഫോട്ടോയുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ഇയാളിൽ നിന്നും വിനോദിന് മനസ്സിലാകുന്നുണ്ട് ഈ പേജിന്റെ പിന്നിൽ ഹരീഷ് എന്ന് പറയുന്ന ഒരാളാണെന്ന്. അങ്ങനെ അന്ന് ഈ വിവരങ്ങളെല്ലാം കിട്ടിയ ശേഷം വിനോദ് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഗൗരിയാകട്ടെ ആകെ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. കാരണം ഇവൻ അവളോട് സംസാരിക്കാറുമില്ല, അവളെ പഴയ പോലെ കെയർ ചെയ്യാറുമില്ല. എന്നാൽ തന്നെ ഓഫീസിലെ കുറച്ച് ടെൻഷനിലായിരുന്നു എന്നാണ് അവൻ കള്ളം പറയുന്നത്. പക്ഷെ അവൾ പറയുന്നു വിനോദിന് എന്നോട് ദേഷ്യമാണെന്ന്. അങ്ങനെയൊന്നും ഇല്ലാന്ന് അവൻ പറഞ്ഞെങ്കിലും അവളാകട്ടെ പെട്ടെന്ന് അവനോട് ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോയാണോ വിനോദിന്റെ പ്രശ്നമെന്ന്. അതുകൊണ്ട് വിനോദ് ഞെട്ടിപ്പോയി. ഓൾറെഡി അവളുടെ കയ്യിൽ ആ ഫോട്ടോസ് കിട്ടിയിരിക്കുന്നു. അത് അവൾക്ക് കിട്ടിയത് അവളുടെ അക്ഷയ സെന്ററിലെ മാനേജർ വഴിയായിരുന്നു. മാനേജർ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ പയ്യനാകട്ടെ ഈ ഫോട്ടോ നിങ്ങളുടെ അക്ഷയയിലെ ആ സ്ത്രീയുടെ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോയും വാങ്ങി അയാൾ അക്ഷയയിൽ തന്നെ മറ്റൊരു ലേഡി കൊളീഗിനെ ഇത് കാണിക്കുകയും ആ കൊളീഗ് വഴി ഗൗരി ഇത് അറിയിക്കുകയും ചെയ്തതാണ്. അത് കണ്ടതോടുകൂടി ആകെ തകർന്നു പോയ ഗൗരിയാകട്ടെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് അവളുടെ കയ്യിൽ ആ ഫോട്ടോ കിട്ടിയത്. ഇത് കണ്ടിട്ടാണോ ഇത്രയും ദിവസം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? ഇതൊക്കെ മോർഫ് ചെയ്തതാണെന്ന് ആർക്ക് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാകില്ലേ? എന്തിനാ ഇതിന്റെ പിറകെയൊക്കെ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എനിക്കിത് ആലോചിച്ച് എന്തായാലും ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റില്ല. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. അതുകൊണ്ട് വിനോദും ഇനി ഇതിന്റെ പിറകെ അന്വേഷിച്ച് പോകണ്ട എന്ന് അവൾ പറയുന്നു. തനിക്ക് വാക്ക് തരണമെന്നും കൂടി അവൾ ആവശ്യപ്പെടുന്നുണ്ട്. തൽക്കാലം അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ പിറകെ പോകില്ല എന്ന്. എന്നാൽ പരസ്പരം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി രണ്ടുപേർക്കിടയിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു. അവർക്ക് പഴയ പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എപ്പോഴും പല ചിന്തകളിലാണ്. പലപ്പോഴും പലരും ഇവളെ നോക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലാണെന്നുള്ള ഡൗട്ട് ഇവർക്ക് തന്നെ തോന്നും. അത് അവരുടെ സമാധാനം കെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സെന്ററിലേക്ക് അവള് പോകാൻ നേരത്ത് ആ സൂപ്പർ മാർക്കറ്റിലെ പയ്യനാകട്ടെ ഈ ഫോട്ടോ അവളെ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവളെ കമന്റ് പറയുന്നു. അവൾ അവനോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഇതെല്ലാം തന്നെ വിനോദ് കാണുന്നുണ്ടായിരുന്നു. അവൻ പോയി ആ പയ്യനെ ഇടിക്കുന്നു. അതിൽ ദേഷ്യം വന്ന ആ പയ്യനാകട്ടെ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടുന്നു. ഈ ഫോട്ടോസ് അധികം ആൾക്കാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ ചേച്ചി അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്നതാണെന്നും ചേച്ചിയുടെ ഇങ്ങനെ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ വന്നിട്ടുണ്ട്, ഇതുപോലെ പല സ്ത്രീകളുടെയും പലയിടങ്ങളിലും പ്രചരിക്കുന്നുണ്ട്, അതിനൊക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണമെന്നും പറയുന്നു. ഇവരെയും കാണാത്ത ആൾക്കാരിലേക്ക് പോലും ഈ ഫോട്ടോ അവൻ മൂലം എത്തി. ആകെ ദേഷ്യത്തിലായ വിനോദ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസുകാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ച ആ ഒരു പേജിന്റെ ഉടമയായ ഹരീഷിനെ തേടി വിനോദിന് പോയെങ്കിലേ പറ്റൂ. കുറെ അന്വേഷിച്ചപ്പോ അയാളാകട്ടെ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ പോയി വിനോദും പോലീസുകാരും അയാളെ കൈയോടെ പൊക്കി. അയാൾ പറയുന്നത് ഈ പേജ് ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിയതാ, പക്ഷെ അതിലെ സ്റ്റോറിയും കാര്യങ്ങളും എഴുതിയിടുന്നതും ഫോട്ടോസ് ഇടുന്നതൊക്കെ ടിനു എന്ന് പറയുന്ന ഒരുത്തനാണെന്ന്. ടിനുവിനെ വീഡിയോ കോൾ ചെയ്യാൻ അപ്പൊ തന്നെ പോലീസുകാർ പറയുന്നു. അങ്ങനെ ഹരീഷ് ടിനുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് നീ എവിടെ, അത്യാവശ്യമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരണമെന്ന് അയാൾ പറയുന്നു. ടിനുവിന്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വിനോദ് ആകട്ടെ ക്യാമറ തന്റെ നേരെയും തിരിച്ചു. എന്നാൽ വിനോദിനെ കണ്ടപ്പോഴേക്കും എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി ടിനു ആകട്ടെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഇതുപോലെ പല അശ്ലീല പേജുകളിലും കാമം നിറഞ്ഞ സ്റ്റോറീസ് ടൈപ്പ് ചെയ്തിടുന്നത് അവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇതുപോലത്തെ അശ്ലീല ചിത്രങ്ങളും അതിന്റെ ചുവട്ടിലായിട്ട് അവൻ കൊടുക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ച് ടിനു എന്ന് പറയുന്ന ഒരാളുടെ പേര് മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവൻ എവിടെയാ താമസിക്കുന്നതെന്നോ അവനിപ്പോ എവിടെയാ ഉള്ളതെന്നൊന്നും തന്നെ ഇവർക്കറിയില്ല. അവൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും മറ്റാരുടെ പേരിൽ എടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഇവൻ ഒരു തവണയെങ്കിലും അക്ഷയ സെന്ററിൽ വന്നിട്ടുണ്ടാകും. കാരണം അതുകൊണ്ടാണല്ലോ അക്ഷയ സെന്ററിൽ വെച്ച് കണ്ട സുന്ദരി എന്ന് പറഞ്ഞിട്ട് അവൻ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തത്. അതുകൊണ്ട് ഇവർ അക്ഷയ സെന്ററിലെ ആൾക്കാരുടെ സഹായത്തോടു കൂടി അവിടുത്തെ CCTV പരിശോധിക്കുന്നു. അതിൽ ഇവനാകട്ടെ ഇവന്റെ അച്ഛന്റെ കൂടെ അവിടെ വന്നതിന്റെ തെളിവുകളും ഉണ്ടായിരുന്നു. കൂടാതെ ഒളിഞ്ഞു നിന്ന് ഗൗരിയുടെ ഫോട്ടോ എടുക്കുന്നതും അതിൽ തന്നെ കാണാമായിരുന്നു. അവൻ എന്തായാലും അവിടെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അവന്റെ അഡ്രസ്സ് ഇവർക്ക് കിട്ടി. പക്ഷെ ഓൾറെഡി
ഓൾറെഡി തന്നെ വിനോദ് ഹരീഷിനെ കൊണ്ട് ഇവനെ വിളിപ്പിച്ച ഇഷ്യൂ ഒക്കെ വന്നത് കാരണം അവൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞ് കോയമ്പത്തൂരിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ പോയതും ഇതുപോലെയുള്ള പേജുകൾ മറ്റു ചില ആൾക്കാർക്ക് മറിച്ചു വിൽക്കാനായിരുന്നു. അവൻ ഇതുപോലെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല പേജുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് മെമ്പേഴ്സും ഉണ്ട്. പല മെമ്പേഴ്സും സ്ത്രീകളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഒരു കച്ചവടം എന്ന രീതിയിൽ ഇതുപോലെ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഇവരുടെ പ്ലാനിങ്. അങ്ങനെ ഈ പേജിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പേജിൽ നിന്ന് തന്നെ പല സെക്സ് റാക്കറ്റുകൾക്കും ക്ലയൻസിനെ കിട്ടും. അങ്ങനെ ഒരു പേജിൽ കുറെ മെമ്പേഴ്സ് ആക്കി അവൻ ഇതുപോലുള്ള റാക്കറ്റിലെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ 1 ലക്ഷം രൂപ അവന് കൊടുക്കും. ആ പേജിൽ ഇതുപോലെ സ്റ്റോറീസ് ഇട്ട് അത് 1 വർഷത്തേക്ക് ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവൻ 1 ലക്ഷം രൂപ വാങ്ങിക്കും. അതായിരുന്നു അവനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അവന്റെ അച്ഛനാകട്ടെ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ നെഞ്ചുവേദന എടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി ചെക്കപ്പ് ഒക്കെ നടത്തണം, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ. എന്നാൽ തനിക്കിപ്പോ വരാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നീ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ജീവനോടെ കാണില്ല എന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. അത് കാരണം അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഓൾറെഡി തന്നെ അവനെ കഞ്ചാവ് കേസിലും മറ്റും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് പോലീസുകാരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് അവന്റെ അച്ഛൻ അവനെ ഇറക്കിക്കൊണ്ടുവന്നത്. ഒറ്റ മോനേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അയാൾ പലപ്പോഴും അവനോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവൻ നാട്ടിലെത്തി കഴിയുമ്പോൾ അയാളാകട്ടെ അവനെ രാവിലെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന വിനോദിനെ വിളിച്ച് അവന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ വിനോദിന്റെ അവന്റെ അച്ഛന്റെ പ്ലാനിംഗ് ആയിരുന്നു. കാരണം ഇവൻ കോയമ്പത്തൂരിലേക്ക് പോയ സമയത്ത് തന്നെ ഇവനെ തേടി വിനോദ് ഒരു തവണ ഇവിടെ വന്നിരുന്നു. ആദ്യം ഇവന്റെ അച്ഛന്റെ അടുത്ത് ഇവനൊരു ജോലി കൊടുക്കാനാണെന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. അയാൾ അവൻ വരുമ്പോൾ താൻ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വിനോദിനെ പറഞ്ഞു വിടുകയും ചെയ്തു. രണ്ടാമതും വിനോദ് ഇവനെ അന്വേഷിച്ചു വന്നപ്പോഴേക്കും അയാൾക്ക് ഡൗട്ട് തോന്നി. അപ്പോഴേക്കും വിനോദ് ഉള്ള സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. തന്റെ മകൻ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ നടത്തുന്നതറിഞ്ഞ് ആ അച്ഛൻ തകർന്നു പോയി. എന്താണെങ്കിലും അവൻ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് അയാൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ നെഞ്ചുവേദനയാണെന്ന് കള്ളമൊക്കെ പറഞ്ഞിട്ട് അവനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വിനോദിനെ കണ്ടിട്ട് ഇവൻ ഓടാൻ ശ്രമിച്ചെങ്കിലും വിനോദ് അവന്റെ കാമുകിയുടെ ഒരു ഫോട്ടോ അവനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ കാമുകിയല്ലേ, ഇവളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, നീ എന്റെ കൂടെ വന്നേ പറ്റുമെന്ന്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ടീനു അവന്റെ കൂടെ പോകുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ജോയും ഇവരുടെ കൂടെ കൂടി. നിനക്ക് നിന്റെ കാമുകിയെ കാണേണ്ടെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി ഇവനെയും കൊണ്ട് അവർ കുറെ ദൂരം മുന്നോട്ട് പോയിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആ കടയിൽ പോയിട്ട് സിഗരറ്റ് വാങ്ങിയിട്ട് വരാൻ. അവൻ മടിച്ചതിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നീ പോകാൻ മടിക്കും തോറും നിന്റെ കാമുകിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിയപ്പോ അവൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവന് നല്ല പണി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ ഫുൾ ഡ്രസ്സും അഴിച്ചു വാങ്ങി വെച്ച ശേഷമാണ് അവനെ പുറത്തേക്ക് ഇറങ്ങി വിടുന്നത്. പൂർണ്ണ നഗ്നനായിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അവന് പോകേണ്ടി വന്നു. എല്ലാവരും അവനെ കൂവി വിളിക്കാനും അവന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും തുടങ്ങി. ജോയും അവന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് കരഞ്ഞുകൊണ്ട് അവൻ കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവർ അവനെ വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു കയറ്റി. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ അനുഭവിച്ച ഈ ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പലതവണ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നീ കൊടുത്ത പണിക്ക് ഇതുപോലൊരു പണി നിനക്ക് തിരിച്ചു തന്നെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. എന്നിട്ട് അവനെയും കൂട്ടി നേരെ അവന്റെ കാമുകിയുടെ അടുത്തേക്ക് പോയി. ഇവർ അവളെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അവൾ അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴാണ് അവനൊന്ന് റിലാക്സ് ആയത്. അവൻ ഓടിപ്പോയി അവളോട് സോറി പറയുന്നു. എന്നാൽ അവൾ ഓൾറെഡി സത്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്, ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പലപ്പോഴും നമ്മൾ ഇന്റിമേറ്റ് ആയിട്ട് നിന്ന സമയത്ത് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നാളെ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും കാരണത്തിൽ വഴക്കുണ്ടാക്കി പിരിയുമ്പോൾ നീ ഇതുപോലെ യൂസ് ചെയ്യില്ല എന്ന് എന്ത് വിശ്വാസമുള്ളതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ ക്ഷമിച്ചാലും ഇങ്ങനൊരു കാര്യം ഒരു പെണ്ണ് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് അവൾ പറയുന്നു. അവൻ അവളെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അവളോട് ഒരുപാട് സോറി പറഞ്ഞെങ്കിലും അവള് പറയുന്നുണ്ട്, നീ ശരിക്കും മാപ്പ് ചോദിക്കേണ്ടത് ആ സ്ത്രീയോടാണ്, അവരാണ് നിനക്ക് ശരിക്കും മാപ്പ് തരേണ്ടത്. അത്രയും പറഞ്ഞ് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത ശേഷം അവൾ അവിടെ നിന്നും പോയി. ആ സമയത്ത് ഗൗരി അവിടേക്ക് വരികയും അവന്റെ മുഖത്ത് അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓൾറെഡി അവൻ ചെയ്ത തെറ്റിന് അവന് തക്കതായ ശിക്ഷ കിട്ടി. പരസ്യമായിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ അവനെ നഗ്നനായി നടത്തി. അങ്ങനെ അവനോട് പ്രതികാരം ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി ഗൗരിയും വിനോദും അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.